അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രപ്രസിദ്ധമായ ഗാർ തൗർ എന്നറിയപ്പെടുന്ന ഹിജറയുടെ വഴിയിൽ തിരുനബിയും കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒളിച്ചിരുന്ന സങ്കേതത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു പരാമർശമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖലഖസ് സമാവാതി വൽ അർള ബിസിത്തതി അയ്യാമിൻ സുമ്മ സ്തവാ അലൽ അർശ്. 6 ദിവസം കൊണ്ടാണ് അള്ളാഹു ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിക്കുന്നു. 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വത്തിന്റെ മുന്നോടിയായി ജബലുൻ നൂറിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാന്തവാസം അനുഷ്ഠിക്കുന്നു. പ്രവാചക തൽബിത്തിക്ക് ശേഷം പരസ്യ പ്രബോധനത്തിന് അനുമതി ലഭിക്കുന്നു. ജബൽ അബി ഖുബൈസിൽ 1-ാമത്തെ തൗഹീദ് വിശദീകരണ സമ്മേളനം നടക്കുന്നു. മക്ക മുശ്രിക്കുകൾ സർവായുധ സജ്ജരായി വധിക്കാൻ വേണ്ടി വീട് വളയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം മക്കയിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. ഹിജറയുടെ വഴിയാണത്. തരീഖുൽ ഹിജറ എന്ന പേരിൽ ആ വഴി ഇന്നും പ്രസിദ്ധമാണ്. പുളിസങ്കേതമായി നിക്ഷയിക്കപ്പെട്ട തൗർ ഗുഹക്കകത്ത് തിരുനബിയും കൂട്ടുകാരനും 3 ദിവസമാണ് താമസിച്ചത്. നിസ്സാര ജീവികളായ ചിലന്തിയും മാടപ്രാവും ഒരുക്കിയ സംരക്ഷണ വലയത്തിൽ സമ്മാനമോഹികളായ തിരച്ചിൽ പടയാളികളിൽ നിന്ന് തിരുനബിയെ അള്ളാഹു സംരക്ഷിച്ച ചരിത്രം ഇല്ലാ തൻസുറുഹു ഫഖദ് നസറഹുല്ലാഹ് എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. വിശുദ്ധമായ മക്ക സന്ദർശന വേളയിൽ ഇത്തരം പുണ്യസ്ഥലങ്ങൾ കാണാനും സന്ദർശിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.